തിരുവനന്തപുരത്തുകാർ കമ്പ്യൂട്ടർ എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന പേരാണ് ലോക്ടെക്. കഴിഞ്ഞ 30 വർഷമായി അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അവർ കസ്റ്റമറിനോട് കാണിക്കുന്ന പ്രതിബദ്ധതയാണ്, നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്ത് കസ്റ്റമറിൽ നേടിയെടുത്ത വിശ്വാസ്യതയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ലോക്ടെക്കിൻ്റെ പുതിയ ഷോറൂമിന് മുന്നിലാണ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക് സ്റ്റോറിന് മുന്നിൽ. ഒരു ചെറിയ സംരംഭത്തിൽ തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക് സ്റ്റോറിലേക്ക് എത്തിക്കുന്ന ലോക്ടെക്കിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം അതിൻ്റെ സാരഥി ഹരികുമാറിനെ കാണണം, അതായത് തിരുവനന്തപുരത്തുകാരുടെ ഹരിച്ചേട്ടനെ കാണണം. നമുക്ക് ഹരിച്ചേട്ടനെ കാണാൻ ടെക് സ്റ്റോറിനകത്തേക്ക് പോകാം. I just wanna be in the zone. I just wanna be in the zone. ഇഗ്നൈറ്റ് വൈബ്സിൻ്റെ ബിഹൈൻഡ് ദി ബിസിനസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹരിച്ചേട്ടാ, ഇങ്ങനെ ഒരു ആശയം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക് സ്റ്റോറാണ് ഇപ്പോൾ ലോക്ടെക് ഇവിടെ ആരംഭിച്ചത്. ആ ആശയത്തിലേക്ക് പോകാനുള്ള ആ ഒരു കാരണം എന്തായിരുന്നു? ഞങ്ങൾ ഈ കമ്പ്യൂട്ടർ ബിസിനസ് തുടങ്ങിയ സമയത്ത് കാണുക അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യുക ഇല്ലായിരുന്നു. നമ്മളൊരാളുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓർഡർ എടുക്കുന്നു, അത് അവർക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് ഡെലിവറി ചെയ്യുന്നു. അതായിരുന്നു ഒരു സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടി, എല്ലാ പ്രൊഡക്ട്സും ഓൺലൈനിലും വലിയ വലിയ സ്റ്റോറുകളിലും ഒക്കെ വന്ന് എല്ലാവരും കണ്ട് വാങ്ങിക്കുന്ന ഒരു ശീലം തുടങ്ങിയപ്പോൾ നമ്മളും അതിലേക്ക് വരണമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളൊരു ശൈലിയിലേക്ക് വന്നതാണ്, പുതിയ ആധുനികതയുടെ ഒരു രീതിയിലേക്ക് വന്നു. ലോക്ടെക് എന്നൊരു ബ്രാൻഡ് അത് ജനങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞു. ഇപ്പോഴേ അതെ, ആ ഒരു ബ്രാൻഡ് ഈ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതെ, തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളും ഞങ്ങൾ 1994 തുടങ്ങുമ്പോൾ അസംബിൾഡ് കമ്പ്യൂട്ടർ, അതായത് നമ്മൾ ലോക്കലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സർവീസ് കൊടുക്കാറില്ലായിരുന്നു, വാറൻറ്റി പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് കൊടുക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് 100% വിശ്വാസ്യതയോടുകൂടി ഏത് കസ്റ്റമറിന് എന്ത് കമ്മിറ്റ് ചെയ്യുന്നു അത് കൃത്യമായി നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ആര് വിളിച്ചാലും ഫോൺ എടുക്കുക, 24 hours എന്ന് പറയാം. പിന്നെ സർവീസ് പൂർണ്ണമായും കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ ബ്രാൻഡഡ് കമ്പ്യൂട്ടറുകളുടെ അതേ നിലവാരത്തിലേക്ക് തിരുവനന്തപുരത്ത് അസംബിൾഡ് കമ്പ്യൂട്ടറിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെയാണ് ആ ഒരു വിശ്വാസ്യത നേടിയത്. അപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് അടുത്ത കസ്റ്റമർ, അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് നമ്മൾ പോപ്പുലറായത്. അന്ന് സോഷ്യൽ മീഡിയയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ കോവിഡ് സമയത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു IT മേഖലയൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സമയമായിരുന്നു. കോവിഡ് ബിസിനസ്സുകളും മറ്റ് ബിസിനസ്സുകളൊക്കെ അപേക്ഷിച്ച് IT മേഖലയ്ക്ക് കുറച്ച് നേട്ടം ഉണ്ടായിരുന്നു. ആ സമയം അതെങ്ങനെ തരണം ചെയ്തു? നമ്മുടെ ബിസിനസ് ജീവിതത്തിൽ കോവിഡ് ഒരു ദോഷകരമായ അവസ്ഥയാണെങ്കിലും ഈ ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ ഓൺലൈൻ മീറ്റിങ്ങുകളും അങ്ങനെ വന്നപ്പോൾ IT മൊബൈൽ മേഖലയിൽ വളരെ ഗണ്യമായ ഒരു വളർച്ചയുണ്ടായി. അന്ന് കമ്പ്യൂട്ടറുകൾക്ക് വളരെ ഡിമാൻഡ് കൂടുകയും നമ്മൾ മാസത്തിൽ 2-3 ദിവസം തുറന്നാൽ പോലും അന്ന് അതിഭീകരമായ കച്ചവടം, അതായത് അതുവരെ കണ്ടിട്ടില്ലാത്ത
സത്യം പറഞ്ഞാൽ IT മേഖലയുടെ ഒരു ചാകരയായിരുന്നു എന്ന് പറയാം. സോ കാരണം വളരെ എല്ലാവർക്കും നല്ലതായിരുന്നു, എല്ലാവർക്കും അതിൻ്റെ ക്ലാസ്സുകളും നീഡ് ഓൺലൈൻ ക്ലാസ്സുകളും മീറ്റിങ്ങുകളും ഒക്കെ അതെ, എല്ലാ സ്റ്റോക്ക് എൻ്റെ സ്റ്റോക്ക് വിറ്റഴിഞ്ഞു, സാധനം കിട്ടാനില്ലാത്ത ഒരവസ്ഥയായിരുന്നു. വളരെ നല്ല കാലഘട്ടമായിരുന്നു എന്ന് പറയാം IT മേഖലയ്ക്ക്. ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പെട്ടെന്ന്, അതായത് അന്നത്തെ കാലത്ത് വളരെ റെയർ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സിലേക്ക് കടക്കാനുള്ള അതൊരു ധൈര്യം കൂടിയായിരുന്നു. അതെങ്ങനെയായിരുന്നു? എൻജിനീയറിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ജോലി കിട്ടിയത് ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പാരൻസിനെ നോക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരികയും ഇവിടെ ഒരു പ്രൈവറ്റ് ഫേമിൽ ഒരു 6 മാസത്തോളം വർക്ക് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ അത് തുടങ്ങാം. ഇവിടെ അന്ന് മറ്റുള്ളവർ കമ്പ്യൂട്ടർ വിൽക്കുന്നത് നോർമൽ, അതായത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ 50,000 രൂപ ആവുമെങ്കിൽ അറൗണ്ട് 80,000-90,000 റുപ്പീസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. റീസണബിൾ ആയിട്ട് ഒരു 5% അല്ലെങ്കിൽ 10% ലാഭം നമ്മൾ എടുത്തപ്പോൾ നമുക്ക് വളരെ എളുപ്പം വളരാനും ഓർഡറുകൾ ലഭിക്കാനും തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു ഹരി പൊട്ടിപ്പോവും, ഹരിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കോമ്പറ്റീഷൻ ആൾക്കാർ പറഞ്ഞെങ്കിലും എനിക്കത് പറ്റി. ഞാൻ വളരെ റീസണബിൾ മാർജിൻ എടുത്തുകൊണ്ട് നല്ല പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. സോ എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്തു. ചേട്ടാ, തലമുറകളുടെ വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2-3 തലമുറകൾ ഇപ്പോഴും ലോക്ടെക്കിനെ തന്നെ ആശ്രയിക്കുന്നുണ്ട്. അത് ചേട്ടൻ്റെ കസ്റ്റമർ സെൻട്രിസിറ്റി തന്നെയാണ്. അതെ, പഴയ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം അവരവരുടെ മക്കളിലേക്ക് പകരുകയും നമ്മളുടെ റീസണബിൾ പ്രൈസിങ്ങും നല്ല പ്രൊഡക്റ്റ്, നമ്മൾ ഇതുവരെയും കുറഞ്ഞ പ്രൊഡക്റ്റോ നിലവാരം കുറഞ്ഞ സാധനങ്ങളോ വിൽക്കാറില്ല. ഏറ്റവും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രൊഡക്ട്സ് മാത്രമേ ലോക്ടെക്ക് വിൽക്കാറുള്ളൂ. കാരണം അന്ന് ഫ്ലോപ്പി ഡിസ്ക് വാങ്ങിച്ചിരുന്നവരിന്ന് അതിൻ്റെ ഏറ്റവും ആധുനിക സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തുന്നു. NVMe ഇതുപോലത്തെ ലേറ്റസ്റ്റ് സാധനങ്ങളാണ് വാങ്ങുന്നത്. കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാ കസ്റ്റമേഴ്സിനും എന്നെ എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. അങ്ങനെയുണ്ട്. 24 hours ഞാൻ ഫോൺ എടുക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഹരിച്ചേട്ടനാണ്. അതെ. ചേട്ടാ, ഈ തുടക്കകാലത്തെ ബിസിനസ്സും ഇന്നത്തെ ബിസിനസ്സും തമ്മിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതിലെങ്ങനെ ഈ ഓരോ സമയത്തും ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഒരു വിജയം? അതെങ്ങനെ പറ്റുന്നു? തുടക്കകാലത്ത് ട്രിവാൻഡ്രത്ത് കമ്പ്യൂട്ടറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നതായിരുന്നു അവസാന വാക്ക്. ഈവൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കമ്പ്യൂട്ടർ ഡോക്ടർ എന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു ഇന്ന കോൺഫിഗറേഷൻ മേടിക്കുക, ഇതാണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു അവസാന വാക്ക്. ഇന്നതല്ല, എല്ലാവർക്കും അറിയാം. പുതിയ തലമുറയ്ക്ക് എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയും എല്ലാം തറവ് നോളജുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ ചോദിക്കുന്ന സാധനം നല്ലതുപോലെ റൈറ്റ് പ്രൈസിൽ റൈറ്റ് പ്രൊഡക്റ്റ്, നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, വാറണ്ടി കൊടുക്കുക, അതേ ഉള്ളൂ. വലിയ പണിയില്ല. മാർജിൻസ് നമ്മൾ അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ അത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ കസ്റ്റമർ പിന്നെ വരില്ല. അതുകൊണ്ട് കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ചുള്ള സാധനം കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റണം. അത് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വലിയ സ്റ്റോറാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരുപാട് ഗാഡ്ജറ്റുകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇന്നത്തെ യൂട്യൂബേഴ്സിന് വരെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു കുടക്കീഴിലായി കഴിഞ്ഞു. അതിന് എൻ്റെ മകൻ്റെ ഒരു സഹായമുണ്ട്. അവൻ ബിറ്റ്സിൽ നിന്ന് MBA കഴിഞ്ഞിട്ട്, എൻജിനീയറിങ്ങും MBAയും കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 വർഷത്തോളം ബോംബെയിൽ വർക്ക് ചെയ്തു. അപ്പോൾ അവൻ്റെ എക്സ്പെർട്ടൈസ് ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പുതിയ പുതിയ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ഈ സ്റ്റോറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ബേസിക്കലി നമ്മളെ നോർമൽ ഒരു ഹോം അപ്ലയൻസ് സ്റ്റോർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ എല്ലായിടത്തും ഇന്ത്യയിൽ, ബാക്കി സ്ഥലത്ത് എല്ലായിടത്തും നോക്കുമ്പോഴും എല്ലാവർക്കും ഹോം അപ്ലയൻസ് സ്റ്റോഴ്സ് ഉണ്ട്. പല പല ബ്രാഞ്ചസ് ഉണ്ട്, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. പക്ഷെ ആരും ഈ ഒരു സ്പേസിലോട്ട്, ടെക്കിലുള്ള സ്പേസിലോട്ട് വന്നിട്ടില്ല. എല്ലാവരുടെ സ്റ്റോറിൽ പോയാലും ലാപ്ടോപ്സ്, മൊബൈൽ ഫോൺസ് കിട്ടും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോം അപ്ലയൻസസ്, മിക്സർ, ഗ്രൈൻഡർ, പിന്നെ അതിൻ്റെ കൂടെ അപ്പച്ചട്ടി, ചീനിച്ചട്ടി എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക്
ടെക്കിന് കുറച്ചും കൂടെ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മുടെ വർക്കിലാണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് പ്രയോറിറ്റി, നമുക്ക് ഗ്രോത്ത് തരുന്ന ഒരു കാര്യമാണ് ടെക്. അപ്പോൾ ടെക്കിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും കൊണ്ടുവരാതെ ടെക്കിൽ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഇപ്പം ഗെയിമിംഗ് വർക്ക് സ്റ്റേഷൻസ് ആണെങ്കിലും വർക്ക് സ്റ്റേഷൻ PCs ആണെങ്കിലും ഇപ്പോൾ അഡ്വാൻസ് ഗെയിമിംഗ് സിമുലേറ്റർ റിഗ്സ് ആണെങ്കിലും പിന്നെ വീട്ടിലൊരു ഹോം തിയേറ്റർ, ഹോം ഓഡിയോ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. CCTV ഉൾപ്പെടെ CCTV ഉൾപ്പെടെ നമുക്ക് അതൊക്കെ എല്ലാവർക്കും സ്കാറ്റേർഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്. അതിനെ നമ്മൾ എല്ലാം കൂടെ ഒരു വൺ റൂഫിലോട്ട് കൊണ്ടുപോകും. IT മേഖല എല്ലാം ഒറ്റ ഇതിലോട്ട് ഒതുക്കി. IT മാത്രമല്ല, ഇപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘടകങ്ങളും ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഈ നല്ല സൗണ്ട് കേൾക്കുക, നല്ല ഓഡിയോ കേൾക്കുക എന്നുള്ളത് പലർക്കും ഇവിടെ അറിഞ്ഞൂടാ. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് ആൾക്കാർക്ക് ഇതാണ് ശരിക്കും സൗണ്ട്, ഇതാണ് ശരിക്കും ആക്ച്വലി നിങ്ങളുടെ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് താഴെ നോക്കിയാൽ കുറേ സ്മോൾ ഗാഡ്ജറ്റ്സ് ആണെങ്കിൽ, കുറേ സ്പീക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ തന്നെ ഹോം തിയേറ്റർ, ലിവിങ് റൂം ഓഡിയോ, അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ ഒന്നും ബാക്കിയുള്ള ഹോം അപ്ലയൻസ് സ്റ്റോഴ്സ് കൊടുക്കില്ല. നമ്മളുടെ സ്റ്റാഫ്സ് നോക്കിയാൽ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 20 to 30 years വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അത് ഈ ടെക് സ്പേസിൽ. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യം ഇതാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ. നമ്മൾ അപ്സെല്ലും ചെയ്യൂല, നിങ്ങൾക്ക് ആവശ്യമുള്ള കറക്റ്റ് സാധനങ്ങൾ മാത്രം സജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ്. അത് മറ്റ് സ്റ്റോറുകളിലില്ല. അത് അവർ ഭയങ്കര ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുറേ പ്രോഡക്റ്റ്സ് പുഷ് ചെയ്യാൻ നോക്കും. പക്ഷെ നമ്മൾ സ്ലോ ഗ്രോത്ത് ആയിരുന്നു, ആവശ്യമില്ലാത്ത ഗ്രോത്ത് ഒന്നും നമ്മൾ പോയിട്ടില്ല. നമ്മളുടെ ഓർഗാനിക് ഗ്രോത്ത് ഫേസിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഇനി ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ നമുക്ക് അതേപോലെ വേറെ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഇതേ സെയിം സർവീസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോൾ കമ്പ്യൂട്ടറിന്റെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ട് ബില്ല് ചെയ്ത് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് അസംബിൾ ചെയ്ത് തരുന്നതാണ്. അത് ആ ഒരു ആശയത്തിലേക്ക് വരാനുണ്ടായ ഈ ഒരു ആശയം ആക്ച്വലി ഇന്ത്യയിൽ മാത്രമല്ല, വെളിയിൽ US ആണെങ്കിലും മൈക്രോ സെന്റർ പോലത്തെ കുറേ സെന്റേഴ്സ് ഉണ്ട്. അത് ഇതുപോലെ ടെക് ഉള്ളി PC ഉള്ളി സ്റ്റോഴ്സ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള പാർട്സ് അവർക്ക് തന്നെ വന്നെടുത്ത് അവർക്ക് തന്നെ ബിൽഡ് ചെയ്ത് പോകാന്നുള്ളത്. പക്ഷെ അവരുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി നോളജ്ഡ് ആണ്. അവർ തന്നെ അവർക്കറിയാം ഇവർക്ക് ഈ പാർട്ട് വേണം, അവർക്ക് ഇൻട്രാക്ഷൻസ് അത്ര താല്പര്യമില്ല. അപ്പോൾ അവർ തന്നെ വന്ന് അവർക്ക് വേണ്ടയുള്ള പാർട്സ് എടുത്തിട്ട് അവർ തന്നെ കൊണ്ടുപോയി അവർ തന്നെ വീട്ടിൽ പോയി ബിൽഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ അവിടെ ചിലപ്പോൾ അവരവിടെ വന്ന് ബിൽഡ് ചെയ്യണ മൈക്രോ സെൻറ്റർ US. അപ്പം അതിൻ്റെ സിമിലർ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ PC ബിൽഡിംഗ് ഏരിയയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എപ്പോൾ വന്നാലും ആൾക്കാർക്ക് ഹൈ എൻഡ് തൊട്ട് ലോ എൻഡ് തൊട്ട് വളരെ ഹൈ എൻഡ് വരെയുള്ള മദർ ബോർഡ്സ് ആണെങ്കിലും പ്രൊസസ്സർ ആണെങ്കിലും അവർക്ക് തന്നെ നോക്കി അവർക്ക് തന്നെ ചൂസ് ചെയ്ത് അവർക്ക് തന്നെ പോകാമെന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം മാത്രമല്ല, ഇപ്പോൾ വേറെ ഇപ്പം നമ്മുടെ അടുത്തുള്ള കോട്ടയം, പത്തനംതിട്ട, ഇന്ന് തന്നെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വന്ന് അന്ന് തന്നെ ബിൽഡ് ചെയ്ത് പോകാൻ ബെസ്റ്റ് പ്രൈസ് കൊടുക്കാനും പറ്റും. എത്ര സമയം എടുക്കും ഇത് ബിൽഡ് ചെയ്ത് ഒരു സിസ്റ്റം? ഇപ്പം സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് നമുക്കൊരു 1.5 hour ബിൽഡ് ചെയ്യാൻ എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യണം. ഒരു അറ്റ്ലീസ്റ്റ് 2 to 3 hours എങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓരോ ബിൽഡിൻ്റെ പ്രൈസ് റേഞ്ച് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹൈ എൻഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർസ് കൊണ്ടുണ്ട് ഈ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. PC മാർക്ക്, പിന്നെ സിനബെഞ്ച് എന്ന കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് വെച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് സ്ട്രെസ് ടെസ്റ്റ് ചെയ്ത് റൺ ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. എന്ന് വെച്ചാൽ കസ്റ്റമർ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു പ്രോബ്ലം വരരുതല്ലോ എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം അവരെ കസ്റ്റമർ സർവീസ്. അതെ നമ്മൾ അത് തന്നെ അപ്പം തന്നെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ
കസ്റ്റമറിന് ദൂരെ നിന്ന് വരണമെങ്കിൽ അവർക്ക് പാർട്ട് അയക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷേ എന്നാലും മാക്സിമം നമ്മളെ സൈഡിൽ നിന്ന് ഏറ്റവും എല്ലാ സ്ട്രെസ് ടെസ്റ്റ് എല്ലാ ബെഞ്ച് മാർക്സും കഴിഞ്ഞിട്ട് എല്ലാ PCസും കൊടുക്കും. ഇനി വിദേശയാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ബിസിനസ് ആവശ്യത്തിനും പേഴ്സണലും ഒറ്റയ്ക്ക്. ആ വിദേശയാത്രയുടെ ഏതെങ്കിലും മറക്കാനാവാത്ത ഒരു വിദേശയാത്രയെക്കുറിച്ച് പറയാമോ? പറയാനുള്ളത്, ഞാൻ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, പിന്നെ ഈ സിംഗപ്പൂർ, മലേഷ്യ പോലത്തെ അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. അതിനകത്ത് മലയാളിക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും വെയിറ്റ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റാണ്, എസ്പെഷ്യലി ദുബായ്. കാരണം നമ്മുടെ യൂസഫ് അലി സാറിനെയൊക്കെ പോലെ പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരുള്ളത് കൊണ്ട് നമുക്ക് വെയിറ്റ് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റാണ്. അവിടെയൊക്കെ പോകുമ്പോഴും ഈ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരുപാട് സെർച്ചുകളും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇന്ത്യയും മറ്റു രാജ്യങ്ങൾ പോലെ വികസിതമായതുകൊണ്ട് നമുക്ക് അവിടെ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ വലിയ വലിയ ബ്രാൻഡുകളുടെ ആൾക്കാരെല്ലാം നമ്മളെ ഇവിടെ വന്ന് തന്നെയാണ് കാണുന്നുണ്ട്. ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉണ്ട്. അന്ന് പലർക്കും ഇന്ത്യയിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സിംഗപ്പൂരും മലേഷ്യയിലും ഒക്കെ പോയി അവരെയൊക്കെ കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ ഓപ്പറേഷനുണ്ട്. ഹരിച്ചേട്ടാ, എല്ലാ വണ്ടിയുടെയും നമ്പർ 1000 ആണ്. അതെ. അതിലെന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? എന്താണ് ഈ 1000ലേക്കുള്ള? 98-ൽ, അതായത് 1998-ൽ ആദ്യമായി ഒരു ഹോണ്ട സിറ്റി കാർ വാങ്ങിക്കുമ്പോൾ യാദൃച്ഛികമായി വലിയ എഫേർട്ട് ഇടാതെ എനിക്ക് 1000 നമ്പർ കിട്ടി. അപ്പോൾ ആൾക്കാർ ആ 1000-ൽ പോകുന്ന ആള്, 1000-ൽ പോകുന്ന ആള് എന്നുള്ള ഒരു ഇത് തന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പിന്നെ എടുക്കുന്ന വാഹനങ്ങളും എങ്ങനെയെങ്കിലും 1000 എടുക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമായി മാറി. അതാണ്. ഹരിച്ചേട്ടൻ ഈ തിരുവനന്തപുരത്ത് ഒത്തിരി സുഹൃത്തുക്കളുള്ള ഒരു മനുഷ്യനാണ് ഹരിച്ചേട്ടൻ. കാരണം ആര് വന്നാലും ഹരിച്ചേട്ടൻ ആ ലെവലിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സുഹൃത്തായി അങ്ങ് മാറുകയാണ്. അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കളുള്ളതും ബിസിനസ്സിന് ഒരുപാട് ഗുണം ചെയ്തിട്ടല്ലേ? അവരുടെ റെഫറൽ വഴി ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം കൂടി ഒരു ഗ്രൂപ്പോ അങ്ങനെ വല്ലതും ഉണ്ടോ? പ്രത്യേക ഗ്രൂപ്പൊന്നുമില്ല. പല ഗ്രൂപ്പുകളിലും ഞാൻ അംഗമാണ്. പക്ഷെ എനിക്കായിട്ടൊരു സെപ്പറേറ്റ് ബിസിനസ് ഗ്രൂപ്പായിട്ടില്ല. ഹരിച്ചേട്ടാ, ഈ കമ്പ്യൂട്ടർ ബിസിനസ്സിന് പുറമേ വേറെ കുറച്ച് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ കേട്ടോ? നമുക്ക് കമ്പ്യൂട്ടർ ബിസിനസ് അല്ലാതെ TVSന്റെ ഓതറൈസ്ഡ് മെയിൻ ഡീലർഷിപ്പ് ഉണ്ട്. TVS 2 വീലേഴ്സ്, ലോക്ടെക് ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവിടെ ഇലക്ട്രിക്കും എല്ലാം ഉണ്ട്. ഇലക്ട്രിക്കും എല്ലാ സ്കൂട്ടേഴ്സ്, TVSന്റെ 2 വീലേഴ്സ് എല്ലാം ഉണ്ട്. അതല്ലാതെ എനിക്ക് 2 സിനിമാ തിയേറ്റർ ഉണ്ട്. ഒന്ന് കല്യാണം കഴിച്ചപ്പോൾ വൈഫിൻ്റെ വഴി വന്നൊരു തിയേറ്റർ, വെട്രോഡ് ഹരിശ്രീ, കഴക്കൂട്ടം വെട്രോഡ് ഹരിശ്രീ തിയേറ്ററും, പിന്നെ ഞാനായിട്ട് മേടിച്ച പോത്തങ്കോട് ഒരു HK സിനിമാസ് എന്ന് പറയും, 2 തിയേറ്റർ, പിന്നെ കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബ്യൂട്ടി പാർലർ, ഫാഷൻ ഫാക്ടറി. അതെ, ഈ ഇത്രയും മേഖലകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം ഈ സുഹൃത്തുക്കളുമായും എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വിശ്വാസയോഗ്യരായ കുറേ നല്ല എംപ്ലോയീസ് ആദ്യം മുതൽ, എൻ്റെ ഫസ്റ്റ് എംപ്ലോയി ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതെ, ഏകദേശം 30 വർഷത്തോളമായി ഈ ഒരു യാത്ര തുടങ്ങിയിട്ട്. ആ 30 വർഷവും കൂടെയുള്ള കുറച്ച് എംപ്ലോയീസ് ഉണ്ട്. 31 ഇയേഴ്സ് ആയിട്ട് എൻ്റെ കൂടെ. അതാരായിരുന്നു? 31 ഇയർ മുമ്പ് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത അനിൽ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറാണ്. പിന്നെ ലാലുണ്ട്, അങ്ങനെ കുറേ, പ്രശാന്ത്. സത്യം ഇവിടെ ഉള്ള എല്ലാവരും ഒരു കുടുംബം പോലെയായി. അതെ അതെ. നിങ്ങളെ ഓണാഘോഷവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളും വിചാരിക്കും ഒരു കുടുംബം പോലെയാണ്. എല്ലാ ആക്ടിവിറ്റീസിനും നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. അവിടെ ഒരു മുതലാളി തൊഴിലാളി വ്യത്യാസമില്ല. ഇവരും മറ്റു യാത്രകളും ഒക്കെ ഉണ്ട്. ഗ്രൂപ്പായിട്ട് ടൂറ്, ഹോട്ടലിൽ പോയി താമസിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. അവരുമായിട്ടൊരു എംപ്ലോയർ റിലേഷൻ അല്ല, ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ അങ്ങ് പോകുന്നു.
പുതിയ തലമുറ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുമായുള്ള ആ പുതിയ തലമുറയുടെ ആ ഒരു മാറ്റമുണ്ടല്ലോ, അത് എങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ അംഗീകരിക്കുന്നു, എങ്ങനെ താങ്കൾ അംഗീകരിച്ചു പോകുന്നു? ഇല്ല, എനിക്ക് ഞാൻ സ്കൂൾ ടൈം തൊട്ടേ കൊച്ചുനാൾ തൊട്ടേ എൻ്റെ വെക്കേഷൻ ടൈം എല്ലാം മിക്കവാറും ലോക്ടെക്കിൽ തന്നെയാണ്. സീനിയർ സ്റ്റാഫുകൾക്കെല്ലാം എന്നെ അറിയാം. എന്നെ പണ്ട് തൊട്ടേ അത്രയും കെയറോട്ടാണ് അവർ നോക്കിക്കൊണ്ടത്. അപ്പോൾ അവർക്കും അറിയാം ഇതൊരു ചേഞ്ച് ആവശ്യമുണ്ട്. ഇങ്ങനത്തെ ഒരു ചേഞ്ച് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ഈ ലോക്ടെക്കിൽ ഇനിയൊരു ഗ്രോത്ത് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടെക്സ്റ്റോർ കോൺസെപ്റ്റിൽ നമ്മൾ കസ്റ്റമേഴ്സ് അതേപോലെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അതേപോലെ വെബ്സൈറ്റ് അതിനും അവർ വളരെ സപ്പോർട്ടീവാണ്. അപ്പം പുതിയ പുതിയ ചേഞ്ച് അവർക്കറിയാം വേണം, അത്യാവശ്യമാണ്. നമ്മൾ ഇത്തിരി ലേറ്റായി പോയെന്നേ ഉള്ളൂ. അപ്പോൾ അവർ എല്ലാവരും കോപ്പറേറ്റീവാണ്. നമ്മൾ പറയണതെല്ലാം അവർ അംഗീകരിക്കുന്നുണ്ട്. അവർ പോസിറ്റീവ്ലി അത് ഏറ്റെടുക്കണമുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കണ്ട മറ്റൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഹോം സിനിമയാണ്. അതെനിക്ക് തോന്നുന്നു ഇവിടെ ഡെമോയും എല്ലാം ഉണ്ട്. നമുക്ക് അതിലേക്കൊന്ന് നമ്മളെ പോവാം. തീർച്ചയായും. ഇങ്ങനെ ഇത്രയും മനോഹരമായ ഒരു ഹോം തിയേറ്റർ ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്പെക്കും ഒന്ന് പറഞ്ഞു തരണം. ഇതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേറ്റ് ആണോ, അതിൻ്റെ റേറ്റിൻ്റെ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരണം. പിന്നെന്താ, The strength of the ancestors is here. നമ്മൾ JBLന്റെ ട്രിവാൻഡ്രം എക്സ്ക്ലൂസീവ് ലക്ഷറി ഓഡിയോ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത് JBLന്റെ സ്റ്റുഡിയോ 6 സീരീസ് സ്പീക്കർ സെറ്റ്സ് ആണ് ഫുൾ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 7 ചാനൽ സറൗണ്ടും 1 ചാനൽ സബ് വൂഫറും പിന്നെ 2 ചാനൽ അറ്റ്മോസും കൂടെ ചെയ്തതാണ്. 7.1:2 റേഷ്യോയിലാണ് ഫുൾ സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കൂടാതെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 4K മിനി LED ബെൻക്യൂവിൻ്റെ ഒരു അറൗണ്ട് 2 lakhs വരുന്ന ഒരു സ്പെക്കുള്ള പ്രൊജക്ടറാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ട്രൂ കളേഴ്സോട് കൂടി തന്നെ ഷൂട്ട് ചെയ്യുന്ന കളേഴ്സിൽ തന്നെ നമുക്ക് സ്ക്രീൻസ് കാണാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ചെയ്തേക്കുന്ന ഫുൾ ഇൻറ്റീരിയറും പ്രീമിയം ഫിനിഷുള്ള അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഇൻസുലേഷൻ ചെയ്യാൻ പറ്റുന്ന പിന്നെ റിക്ലൈനേഴ്സ് എല്ലാം ഒരു ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ്, ഒരു 9 members ഉള്ള നല്ലൊരു വലിയ ഫാമിലി ആണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിന് നമ്മളുടെ കോസ്റ്റ് വരുന്നത് പിന്നെ 135-inch സ്ക്രീൻസുമാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് അറൗണ്ട് 20 lakhs ആണ് കസ്റ്റമർ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് എത്ര പൊട്ടൻഷ്യൽ വരെ നമുക്ക് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാം. ഇതാണ് ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മുടെ കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് 6 lakhs തൊട്ട് ഫുൾ ഇൻറ്റീരിയർ വിത്ത് സീറ്റ്സ് തൊട്ട് നമുക്ക് ലോക്ടെക്കിൽ തന്നെ ചെയ്തു തരും തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് JBL തന്നെ പല ലെവൽസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേജ് സീരീസ് ഉണ്ട്. ഇതിന് തൊട്ട് താഴത്തെ സീരീസാണ് സ്റ്റേജ് വരുമ്പോൾ അറൗണ്ട് 10 lakhs തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റുഡിയോ സീരീസ് 20 lakhs പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് റെബൽ സീരീസ് ഉണ്ട്, അത് പിന്നെ കൂടിയതാണ്. പിന്നെ അതിന് ശേഷം സിന്തസിസ് എന്ന് പറഞ്ഞാൽ 1 crore 2 crore അങ്ങനെ ആ ലെവൽ വരെയുള്ള സൗണ്ട് സിസ്റ്റംസ് വരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് തന്നെ 2 തിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ തിയേറ്റേഴ്സ് HK സിനിമാസ് പോത്തങ്കോടും ഹരിശ്രീ തിയേറ്റർ മെട്രോഡും ഉണ്ട്. അപ്പോൾ അത് രണ്ടും JBLന്റെ ഫുൾ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്കും ഇതേപോലത്തെ എക്സ്പീരിയൻസ് നമുക്ക് കസ്റ്റമേഴ്സിനും വീട്ടിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു ആശയം കൊണ്ടാണ് നമ്മൾ. അപ്പോൾ ആർക്കെങ്കിലും ഒരു ഹോം തിയേറ്റർ വേണമെങ്കിൽ നേരിട്ട് ലോക്ടെക്കിലേക്ക് വന്നാൽ മതി, നമ്മളത് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ.
ഹരിച്ചേട്ടാ, ഈ കുടുംബത്തിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതെ, ഞാൻ ഒരു അഗ്രികൾച്ചറൽ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ അധികം ബിസിനസ്സുകാരൊന്നുമില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾ കുറച്ച് പേര് ബിസിനസ്സൊക്കെ ചെയ്ത് ഫിനാൻഷ്യലി ഒരുപാട് തകർന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒരുപാട് ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യമായി 1996 എനിക്കൊരു കമ്പനിയുടെ വക ഒരു ഫോറിൻ ട്രിപ്പ് കിട്ടിയപ്പോൾ ഞാനും എൻ്റെ വൈഫും അച്ഛനും കൂടി ഒരു നേപ്പാളാണ്, കാഠ്മണ്ഡു ട്രിപ്പ് പോയി. അവിടെ വെച്ച് അവരെന്നെ ആദരിക്കുന്നതും തരുന്ന അംഗീകാരവും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് അച്ഛൻ എന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പിന്നീടുള്ള എൻ്റെ എല്ലാ സംരംഭങ്ങളും അച്ഛനാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ബിസിനസ്സും അച്ഛൻ തന്നെയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ഇപ്പോൾ അവസാനം ഈ അടുത്ത കാലത്ത് ഇനാഗുറേറ്റ് ചെയ്ത പോലും തീരെ അവശ നിലയിലാണെങ്കിലും ഒരു കാര്യത്തിനും വരാത്ത ആളാണ് അച്ഛൻ. പക്ഷേ ഇനാഗുറേഷൻ എന്ന് കേട്ടപ്പോൾ പുള്ളി വന്നു, വീൽ ചെയറിലാണ് വന്നത്. പക്ഷെ പുള്ളിയാണ് അച്ഛനാണ് വിളക്ക് എത്തിച്ചത്, അച്ഛനാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ വൈഫാണെങ്കിലും അമ്മയാണെങ്കിലും വളരെ സപ്പോർട്ടീവാണ്. ഞാൻ ആദ്യമൊക്കെ ഏകദേശം ഒരു 16 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ രാത്രി ലേറ്റ് നൈറ്റൊക്കെ ചെല്ലുമ്പോഴും അമ്മയും വൈഫും എല്ലാം വളരെ സന്തോഷത്തോടുകൂടി എന്നെ സ്വീകരിച്ച് ആഹാരമൊക്കെ തന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വളരാൻ പറ്റിയത്. അവരുടെ സപ്പോർട്ട് തന്നെയാണ്. അതെ, മോൻ ഈ ബിസിനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. അതെ. അപ്പം മകളും ബിസിനസ് മേഖലയിലാണോ അല്ലെങ്കിൽ വൈഫ് ബിസിനസ് കാര്യത്തിലാണോ? മകള് ഡോക്ടറാണ്. അവളുടെ പേര് അനവദ്യ ഹരികുമാർ എന്നാണ്. അവളിപ്പോൾ കോസ്മോയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ PGക്ക് ഹയർ സ്റ്റഡീസ് PG അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ PG കിട്ടിയ ഉടനെ PGക്ക് പോകും. വൈഫ് ഫുൾ ടൈം തിയേറ്ററിൻ്റെ 2 തിയേറ്ററിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നത് വൈഫാണ്. വൈഫിൻ്റെ പേര് ശ്രീകല എന്നാണ്. വൈഫ് ഒരു തിയേറ്റർ ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലി എന്നുള്ളതാണ്. പഴയ വെട്രോഡ് ശ്രീകല എന്ന് പറയുന്നത് വൈഫിൻ്റെ തിയേറ്ററാണ്. അതിനെയാണ് നമ്മൾ റെനോവേറ്റ് ചെയ്തതിന് ശേഷം ഹരിശ്രീ ആക്കിയത്. അപ്പോൾ 2 തിയേറ്ററിൻ്റെയും ബിസിനസ് അവളാണ് നോക്കുന്നത്. അപ്പം മകൾ ഒഴിച്ച് ബാക്കി 3 പേര് ബിസിനസ്സുകാരാണ് ആ വീട്ടിൽ. മകൾക്കും ബിസിനസ്സാണ് താല്പര്യം. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, വരുമായിരിക്കും. അതെ. ഇപ്പോൾ പുതിയ തലമുറയിലേക്ക് വന്നു. അപ്പോൾ ലോക്ടെക്കിൻ്റെ അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി അടുത്ത ലക്ഷ്യം കുറച്ചും കൂടെ ആൾക്കാർ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് ഈ ഒരു സക്സസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ബ്രാഞ്ചസിലേക്ക് പോകാനും പിന്നെ നമ്മളുടെ വെബ്സൈറ്റിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന് കുറച്ചുകൂടെ ഗ്രോത്ത് വരുത്താനും. ബിക്കോസ് എല്ലാ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസും അങ്ങനെയാണ്. അവർ ഇലക്ട്രോണിക്സ് ടെക്കിന് വേണ്ടി മാത്രമായിട്ട് ഉള്ള ഒരു വെബ്സൈറ്റില്ല. അപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നമ്മൾ ഓൺലൈൻ പ്രസൻസ് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിന് കുറച്ചും കൂടെ നമ്മൾ യൂട്യൂബിലാണെങ്കിലും കുറേ കൂടെ ടെക് റിവ്യൂസ്, കുറേ കൂടെ ടെക് കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് അപ്പാക്കണം. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്സ്. അച്ഛൻ്റെ മറ്റ് ബിസിനസ്സുകളിലും സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ട്. നമുക്ക് TVSൻ്റെ ഡീലർഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് മിക്കവാറും എല്ലാ ദിവസവും പോകാറുണ്ട് TVS ഡീലർഷിപ്പ്. അത് അപ്പോൾ പിന്നെ സാറ്റർഡേ സൺഡേസ് തിയേറ്റർ ബിസിനസ്സിലും ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബാക്കി പുള്ളിക്കാരൻ തന്നെയാണ് മാനേജ് ചെയ്യണത്. നമുക്ക് കുറച്ചും കൂടെ ലോക്ടെക്കിൽ ഫോക്കസ് ഉള്ളത് കൊണ്ട് അത് പുള്ളിക്കാരൻ്റെ അത്രയും ബാൻഡ് വിഡ്ത്ത് എനിക്കില്ല. അപ്പോൾ അതൊന്ന് ഫെമിലറൈസ് ചെയ്ത് വരണതേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ TVS ബൈക്കും ഒക്കെയാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രിക്കും എല്ലാം ഉണ്ട്, ഇലക്ട്രിക്കും എല്ലാം ഫുൾ റേഞ്ച് ഓഫ് ബൈക്സും സ്കൂട്ടേഴ്സും ഉണ്ട്. അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യാറുണ്ട്.
IT റിലേറ്റഡായ എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. അതാണ് ലോക്ടെക്കിൻ്റെ ടെക് സ്റ്റോറിൻ്റെ പ്രത്യേകത. മലയാളികൾ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിച്ചിരിക്കണം. കാരണം അത്രയ്ക്ക് പ്രത്യേകതകളുണ്ട് ഇവിടെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക് സ്റ്റോറാണിത്.